أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب بما لأزينن لهم في الأرض ولأغوينهم أجمعين. വർത്തമാന കാലം എന്നത് ആശയക്കുഴപ്പങ്ങളുടെയും ആകർഷണങ്ങളുടെയും അതിവേഗതയുടെ കാലമാണ്. ഒന്നുകൂടെ, നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്നത് ആശയക്കുഴപ്പങ്ങളുടെ അല്ലെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആകർഷണങ്ങളും അവയുടെ വലയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഇവയെല്ലാം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ആകർഷണവും വരും വരായികയെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയും അഥവാ ഈ അതിവേഗത മനുഷ്യനെ ആകെ മാറ്റിമറിക്കുകയാണ്. ജീവിതത്തെ വേരോടെ മാറ്റിമറിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് പല വാർത്തകളും കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുള്ളത്. അമ്പോ, ആ കുട്ടിയോ ആ ഫാമിലിയോ അവിടെയോ അതിവിടെ എത്തിയില്ലേ എന്നൊക്കെ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഇന്നലെ വരെ കാണാത്തതും കേൾക്കാത്തതും ഇന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് കേൾക്കുന്നതും കാണുന്നതും ഈ അതിവേഗതയിലോടുന്ന ആകർഷണത്തിൻ്റെയും അതേപോലെ ആശയക്കുഴപ്പങ്ങളുടെയുമൊക്കെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ പ്രതിസന്ധികളിൽ ഖുർആൻ ആണ് തണൽ, അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ തണലേകാൻ കഴിയുന്നത് ഖുർആനിനാണ്, ഖുർആനികാധ്യാപനങ്ങൾക്കാണ് എന്ന ഒരു ഭാഗമാണ് അല്പസമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ചിന്തകൾ രോഗങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നിൻ്റെ പ്രതിസന്ധി അതല്ല. ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധി അല്ലെങ്കിൽ ഇതിനോട് നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരുപാട് പ്രതിസന്ധികളുണ്ട്. എന്താണ് അതിന് പരിഹാരം? ഒന്നുമില്ല. മുമ്പ് പറഞ്ഞു വച്ചതുപോലെ പഴയകാല സമൂഹത്തെ അന്നുണ്ടായിരുന്ന ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്ന്, സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും അല്ലെങ്കിൽ ധാർമ്മികമായ ചൊതികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ, ആ പ്രതിസന്ധികളിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണോ, പരിവർത്തനം സാധ്യമാക്കാൻ എന്തുകൊണ്ടാണോ സാധിച്ചത്, അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലും പരിവർത്തനം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പൊതുവേ ദോഷം എന്നത് സ്വാഭാവികമായും ആകർഷണമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക. എൻ്റെ വാചകം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. പൊതുവേ സ്വാഭാവികമായി തന്നെ ദോഷം അല്ലെങ്കിൽ തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ എന്നതിനെ അത് സ്വാഭാവികമായും ആകർഷിക്കപ്പെടും, നന്മയായി ആകർഷിക്കപ്പെടും. ഇപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ ആമുഖമായി ഓതി വച്ചിട്ടുള്ള 15-ാം അധ്യായം അൽ ഹിജ്റിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനോട് ഇബ്ലീസ് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അന്ന് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ ദോഷത്തിൻ്റെ സ്വാഭാവികമായ ആകർഷണത്വത്തെക്കുറിച്ച്. ഖാല റബ്ബി ബിമാ അഗ്വൈതനി لأزينن لهم في الأرض ولأغوينهم أجمعين. 1 أجمعين. സ്പഷ്ടമാണ് വിഷയം. 1 أجمعين. 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 1 أ
എൻ്റെ രക്ഷിതാവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഞാൻ ഏതായാലും ഇങ്ങനെ. ഇനി ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവൃത്തികളെ അലങ്കൃതമായി തോന്നിപ്പിക്കും. ഇതാ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി. തെറ്റായി മനസ്സിലാക്കിയിരുന്ന പലതും ഇന്ന് തെറ്റല്ല. അതിനെന്താ ഇപ്പോൾ അങ്ങനെ ചെയ്താൽ, അങ്ങനെ കാട്ടിയ എന്താ പ്രശ്നം എന്നാ ചോദ്യങ്ങൾ വരുന്നത്. ലഉഗ്വിയന്നഹും അജ്മഈൻ വലഉഗ്വിയന്നഹും അജ്മഈൻ, അങ്ങനെ അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും. സൂറത്ത് ഹിജ്റിലെ 39-ാമത്തെ ആയത്തിലാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെയാണ് ചില വചനങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒന്ന്, നമ്മളൊക്കെ പരിചയമുള്ള, എപ്പോഴും അറിയാവുന്ന ചില വചനങ്ങളുണ്ട്. അതിലൊന്നാണ് സൂറത്തു താഹയിലെ 124 മുതലുള്ള ആയത്തുകൾ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ആകർഷണങ്ങളുടെയൊക്കെ ലോകത്ത് കണ്ണു തുറന്ന് കാണേണ്ടതും ഹൃദയം കൊടുത്ത് ചിന്തിക്കേണ്ടതുമായ പലതും നിങ്ങൾ ഉൾക്കൊണ്ടില്ല. നിങ്ങൾ കേട്ട പലതിനെയും ചെവി കൊടുത്തില്ല. തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടും അത് ശരിയാണെന്ന് മുദ്രകുത്തി നിങ്ങൾ അതിൻ്റെ കൂടെ നിന്നു. നിങ്ങൾ ആ തെറ്റിനെ ശരിയാക്കി മാറ്റിക്കൊണ്ടുവരിക, ശരിയാണെന്ന് പറഞ്ഞു കൊണ്ടുവരിക. ഒരു നാൾ നിങ്ങൾ അന്ധരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കാര്യം ഓർക്കണം. ഇങ്ങനൊരു ദിവസം വരും എന്നതിനെക്കുറിച്ച് ഖുർആൻ കൃത്യമായി പറയാണ്. ഖുർആൻ ഇങ്ങനെയാണ് ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എന്നാണ് ആയത്ത്. പരിഹാരം വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമേ ഉള്ളൂ. വമൻ അഅറദ അൻ ദിക്രി, എൻ്റെ ദിക്റിനെ അവഗണിക്കാതെ അതിനോട് ചേർന്ന് നിൽക്കുക എന്നതേ പരിഹാരമുള്ളൂ. അപ്പം ഇവിടെ യൗവനമായിരുന്നാലും ബാല്യമായിരുന്നാലും കൗമാരമായിരുന്നാലും ഇനി വാർദ്ധക്യമായിരുന്നാലും, ഇപ്പോൾ പ്രായത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വ്യത്യാസമില്ല ഈ പറഞ്ഞ ആകർഷണങ്ങളുടെ വലയത്തിലകപ്പെടുന്നവർക്ക്. ഇവരുടെയൊക്കെ മുമ്പിൽ ഈ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ സ്നേഹപൂർവം നൽകുക എന്നത് മാത്രമാണ് പരിഹാരമായി കാണുന്നത് എന്നാണ്. അല്ലാതെ അതിന് വേറെ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല. ഇപ്പോൾ ആകർഷണത്തിൻ്റെ ചില മുഖങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിലൊന്ന് സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗം തന്നെയാണ്. വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗം. അത് ടിക്ടോക്കുകളായിരുന്നാലും റീലുകളായിരുന്നാലും ഏതെങ്കിലും ഗെയിമുകളായിരുന്നാലും അവയിലുള്ള കാഴ്ചകളും അവയിലുള്ള പ്രയോഗങ്ങളും അവയുടെ ഭാഷയും എല്ലാം മനസ്സിനെ മയക്കിക്കളയുന്നുണ്ട്, അതിലേക്ക് വല്ലാതെ വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഭാഗത്തല്ലാതെയായി പോകുന്നത്. എന്തു ചെയ്യും? ഇത് പിടിച്ചു വലിച്ച് പൊട്ടിച്ചാളാൻ പറ്റുമോ? അതുകൊണ്ട് കാര്യമുണ്ടോ? ഇത് എറിഞ്ഞൊടിച്ചിട്ട് കാര്യമുണ്ടോ? 4 കൊടുത്തിട്ട് കാര്യമുണ്ടോ? വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മൾ കാണുന്ന, നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി എന്നത് ഒരുപക്ഷെ കള്ളുകുടിച്ച് നടക്കുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. സാമ്പത്തികമായ കടബാധ്യതയിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ, രോഗമായി കിടക്കുന്ന അവസ്ഥ,
ഇവിടെയൊക്കെ പരിഹാരം ഖുർആനാണ് എന്ന് ശരിയാണ്. പക്ഷേ അതിലപ്പുറം ഇന്ന് നമ്മെ വളരെ വേഗത്തിൽ നമ്മളറിയാതെ കാർന്നു തിന്നുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വിശുദ്ധ ഖുർആനിനെ അനുദിനം ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് മാത്രമാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഖുർആൻ ഉള്ളിലേക്ക് പെയ്തിറങ്ങിയ ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. വെറുതെ സമയം നഷ്ടപ്പെട്ടു പോവുക, ജീവിതം തന്നെ പോയിപ്പോവുകയാണ് എന്ന് പറയാം. ഒരർത്ഥത്തിൽ ജീവിതം തന്നെ പോയിപ്പോവുകയാണ്. സോഷ്യൽ മീഡിയയെ അതിൻ്റെ ശരിയായ ലക്ഷ്യബോധത്തോടുകൂടെ അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ഇനി രണ്ടാമത് ആകർഷണത്തിൻ്റെ ഒരു മുഖമാണ് എൻ്റർടൈൻമെൻറ്റുകൾ, മോഡേൺ എൻ്റർടൈൻമെൻറ്റുകൾ. അവിടെ വലിയ പ്രശ്നം. അപ്പോൾ സിനിമയിലെ അശ്ലീലത അതിപ്പോൾ ഒരു പ്രശ്നമാണോ? ഒന്ന് പരിശോധിച്ച് നോക്കൂ. സിനിമയിലെ അശ്ലീലതകൾ ഇന്നൊരു പ്രശ്നമാണോ? ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. ഇന്നാർക്കും അത് പ്രശ്നമായി തോന്നുന്നത്. സിനിമയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സിനിമാ ഹാളുകളിൽ വെച്ച് മാത്രം കണ്ടുകൊണ്ടിരുന്ന, ഒരു കാലത്ത് സിനിമക്ക് പോയി എന്ന് കേട്ടാൽ പേടി, ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് ഭയപ്പെട്ടിരുന്ന, ഇന്നെല്ലാവരും ഒരു സ്ഥലത്തിരുന്ന് കാണുക, വീട്ടിലിരുന്നിട്ട് കാണുക. എല്ലാവരും ബാപ്പയും ഉമ്മയും പിന്നെ അളിയനും എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും. ഏത് അശ്ലീലവും ഒരു പ്രശ്നമല്ല. അത് സർവാംഗീകൃതമായി എല്ലാവർക്കും കേൾക്കാവുന്നതും എല്ലാവർക്കും കാണാവുന്നതും ഒന്നിച്ചിരുന്ന് കണ്ടാലോ കേട്ടാലോ പ്രശ്നമില്ലാത്തതുമായി മാറി. അതുകൊണ്ട് ആ വേഷവിധാനങ്ങളും ആ ശൈലികളും മകളിലും മരുമകളിലും മകനിലും മരുമകനിലും ഉണ്ടായാലും അതൊരു പ്രശ്നമായോ അവരോട് അരുതെന്ന് പറയേണ്ടതല്ലാത്തതോ ആയി മാറി. വലിയൊരു പ്രതിസന്ധിയാണിത്. എന്താണ് അതിന് പരിഹാരം എന്നതാണ്. മദ്യവും ഗുണ്ടായുസവും ഒക്കെ ഇന്നിപ്പോൾ ഞാനെന്താ ഒരു കുട്ടി പറഞ്ഞ പ്രയോഗം ഞാൻ കേട്ട് നിങ്ങളോട് പറഞ്ഞത്, എന്ത് പോയി എന്ന് പറഞ്ഞത്? ഇപ്പം നമ്മളിങ്ങനെ കാറിലിങ്ങനെ യാത്ര ചെയ്ത് ഇടുങ്ങിയ വഴിയിലൂടെ വരുമ്പോൾ സൈഡ് നിന്ന് തന്ന ഒരു മകൻ, കുറേ കുട്ടികളുണ്ട്, ഒരു ഗാങ്ങാണ്, ചെറിയ കുട്ടികളാണ്. അതിൽ കുട്ടികൾ കാറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മുഷ്ടി ചുരുട്ടി ഒരു ഡേഞ്ചർ ബോയ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡേഞ്ചർ ബോയ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതൊരു പ്രശ്നമല്ല. ഇപ്പോൾ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതാണ് അവരെ നയിക്കുന്നത്. ഗുണ്ടായിസവും മദ്യവും ലഹരിയും ഒന്നും ഇപ്പം ഹീറോയിസത്തിൻ്റെ പേരിൽ നീതിയും നന്മയും കളയപ്പെടുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലെ അവസ്ഥ എന്താ? അധ്യാപകരുണ്ടാവും, ഇവിടെ സ്കൂളുകളുമായി ബന്ധപ്പെടുന്നവരുണ്ടാകും. ഇന്ന് ഇൻസ്റ്റഗ്രാം എന്തിനാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്? നമ്മുടെയൊക്കെ മക്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പരിശോധിക്കുക. നമുക്ക് സ്കൂളിൽ ഇപ്പോൾ അതാ പണി. ഇത് പരിശോധിക്കുക. ഇതിൽ 9ാം ക്ലാസ്സുകാർ ഒന്നിച്ച് നിന്ന് സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൻ്റെ ഗേറ്റ് അടക്കം വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അതിൽ പോസ്റ്റ് ചെയ്തിട്ട് 10ാം ക്ലാസ്സുകാരന് അയക്കുകയാണ്. അങ്ങനെ 10ാം ക്ലാസ്സുകാരൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പോൾ നാളെ വാടാ, നാളെ കാണാം. എന്നിട്ട് അവരുടെ കയ്യിലെ മോതിരം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പകല് 10 to 4 മാത്രം ധരിക്കുന്ന വള, ഇരുമ്പ് വള അല്ലെങ്കിൽ ചെമ്പിൻ്റെ വള അല്ലെങ്കിൽ ഉറപ്പുള്ള മറ്റെന്തെങ്കിലും ഒരു വള. അങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളാണ്. ആര് തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഇവർ ഫോട്ടോ ഇട്ട് എന്തോ പറഞ്ഞപ്പോൾ ഞങ്ങളും പറഞ്ഞു നാളെ കാണാം, ആടുന്ന് കാണാം, നജി വരണട്ടോ. എന്നിട്ട് അതിൻ്റെ കമൻറ്റുകൾ ഒരുപാട് താഴെ വരികയാണ്. എന്തുകൊണ്ടാണ് അന്ന് അവിടെ ഒരു കുട്ടി, സ്കൂൾ കുട്ടി കൊല ചെയ്യപ്പെട്ടത്? എന്തിൻ്റെ പേരില്ല? അവിടുന്ന് കാണാം, നാളെ കാണാം, എന്നാ ഒന്ന് വരി. അങ്ങനെ അതിൻ്റെ പേരിലുണ്ടായത്. അപ്പോൾ സോഷ്യൽ മീഡിയ, അതേപോലെ ഈ മോഡേൺ എൻ്റർടൈൻമെൻറ്റുകൾ, ഇതെല്ലാം നമ്മെയോ നമ്മുടെ മക്കളെയോ ഒക്കെ നന്മയെയും തിന്മയെയും കുറിച്ചുള്ള വേർതിരിച്ച ചിന്തയില്ലാതെ തിന്മകളെ നന്മയായി ചിത്രീകരിക്കപ്പെടുന്നതും തിന്മകൾ ലാഘവത്വത്തോടുകൂടെ കാണുന്നതുമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. അതേപോലെ തന്നെ റോഡ് മോഡൽസ്, അത് തെറ്റുന്നതോടെ നമ്മുടെയൊക്കെ യുവത്വത്തിൻ്റെതൊന്നും മാത്രമല്ല, നമ്മുടെയൊക്കെ താളം തെറ്റുകയാണ്.
ഇനി മറ്റൊരു ആകർഷണത്വത്തിൻ്റെ അടയാളമായി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒന്നാണ് പോൺ അഡിക്ഷൻ. അശ്ലീലതയുടെ അടിമയായി പലരും മാറിപ്പോകുന്നു. ഇന്ന് നടക്കുന്ന ദാമ്പത്യ തകർച്ചകളുടെ പലതിൻ്റെയും കാരണങ്ങൾ എഴുതപ്പെടുന്നത്, വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്. പോൺ അഡിക്ഷനാണ്. അത് വലിയൊരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ, നമ്മുടെ യുവതയുടെ മുമ്പിൽ ഉണ്ട്. എന്താണ് പരിഹാരം? കൂടുതൽ സമയം വിശുദ്ധ ഖുർആനിനെ, അതേപോലെ തിരുസുന്നത്തിനെ അറിയാനും വായിക്കാനുമൊക്കെയുള്ള സമയം കുട്ടികൾക്ക് മുമ്പിൽ നൽകപ്പെടുമ്പോഴാണ് തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക. മറ്റൊരു അടയാളം ഗെയിമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ അഡിക്ഷൻ, ലഹരി, കമ്പ്യൂട്ടർ ലഹരി എന്നൊക്കെ പറയാം. ഗെയിമുകൾ, അത് കുറച്ച് മുമ്പേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ കുട്ടികളെ വല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന്. ചില ഗെയിമുകൾ ഇപ്പം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന ചില ഗെയിമുകളുണ്ട്. അത് കളിക്കുന്ന കുട്ടികളിലാണ്. അത് എവിടെ നിന്നാണ് കളി തുടങ്ങുന്നത്? സ്കൂളിൽ നിന്നുമല്ല, ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നാണ്. പരിശോധിക്കപ്പെടേണ്ട യാഥാർത്ഥ്യം. ആ ട്യൂഷൻ സെൻ്ററിലെ മറ്റ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി ആ ഗെയിം ഉപയോഗിക്കുന്നു. ആ ഗെയിമിലെ ഒരു കണ്ണിയാണ് ഈ കുട്ടിയും. അവിടെ നിന്നാണ് പിന്നെ പരസ്പരം ശത്രുതകൾ തുറന്നുവിടുന്നത്. മുന്നിൽ കാണുന്ന ആരായിരുന്നാലും അവരെ കൊല ചെയ്ത ശേഷം മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഗെയിമുകൾ, തൻ്റെ ആവശ്യം മാത്രം, തൻ്റെ ലക്ഷ്യം മാത്രം, തൻ്റെ ലക്ഷ്യം നേടാൻ ഏതു മാർഗവും സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് പോകുന്ന വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. മോഡേൺ ഫാഷൻ, അതേപോലെ സ്വതന്ത്രതാവാദം, ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. മോഡേൺ ഫാഷനുകൾ ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചു. നമ്മുടെയൊക്കെ വസ്ത്രത്തിൻ്റെ ഫാഷൻ, മോഡേൺ ഫാഷനുകളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ത്രീകളായിരുന്നാലും നമ്മൾ പലരും, ചില കുട്ടികളായിരുന്നാലും ഒക്കെ തന്നെ ഒരു കാലത്ത് മുടി വെട്ടാതെ ഒരു കോലം ഉണ്ടായിരുന്നു അല്ലേ? മുടി വെട്ടാതെ എന്നല്ല, ഒരു വല്ലാതെ ആയി പോകുന്ന ഒരു എന്താ പറയുക, ഒരു റൂസുഷയാത്തി എന്നൊക്കെ പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിൽ മുടി കൊണ്ടു നടക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ ക്യാമ്പസുകളിൽ വേറെ ഒന്ന് വന്നു. അതും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേതാണ് സൈഡ് മൊത്തം ചെത്തിക്കളയുക. ഇവിടെ ഒന്നുമില്ല, അതിനെന്തോ ഒരു പേരുണ്ട്, കുറച്ച് മാത്രം വെക്കുക. ഇത് മൊത്തം ചെത്തിക്കളയുക. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റേതായ ഒരു റൂളുണ്ട്, അങ്ങനെ മുടി വെട്ടാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടികൾ പറയാണ്, എൻ്റെ ഉമ്പാപ്പ അങ്ങനെയാണ് ഉസ്താദ് വെട്ടുന്നത്, എൻ്റെ ഉപ്പ അങ്ങനെയാണ് വെട്ടുന്നത്. അപ്പോൾ അവസാനം നമ്മൾ കൊണ്ടുവന്നു, ഇത് സ്ഥാപനത്തിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ ഒരു കുട്ടി മറുപടി ചോദിച്ചു, അപ്പോൾ ഇസ്ലാമിന് ഇത് നിലപാടുണ്ടോയെന്ന് ചോദിച്ചു. UP ലെവലിലൊരു കുട്ടി ചോദിച്ചു, ഇസ്ലാമിനൊരു നിലപാടെന്താണ്? ഇസ്ലാമിൻ്റെ നിലപാട് നമ്മൾ ആദ്യം പറഞ്ഞു തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കുട്ടികളോടല്ലേ ഇത് പറയാൻ പറ്റൂ? ഉപ്പാനോട് അങ്ങനെ വെട്ടി വരരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും ഹറാമിയത്താണ്, ഒരേപോലെ കട്ട് ചെയ്യണം. അപ്പോൾ അത് എവിടെ നിന്ന് വന്നാൽ ആർക്കും അറിയില്ല. ഇപ്പം അങ്ങനെ ബാർബർ ഷോപ്പിൽ ചിത്രങ്ങൾ ഒട്ടിച്ചതും ഏത് രീതിയിലും വെട്ടിത്തരും. ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. നിങ്ങൾ നോക്കിക്കോ, വിത്തിൻ 1 or 2 years അത് മാറും, വേറെ ഒരു സ്റ്റൈലിലേക്ക് പോകും. അന്ന് ആ സ്റ്റൈലിൻ്റെ കൂടെ നമ്മൾ പോകും. മോഡേൺ ഫാഷൻ, അതിൻ്റെ പിന്നാലെ പോകുന്നത് മനുഷ്യനെ, അതായത് നമ്മളെ ഐഡൻറ്റിറ്റി, ഒരു സെൽഫ് ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പല മുഖങ്ങളാണ് നമ്മുടെ മുമ്പിലെ പ്രതിസന്ധി. എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ പോവാണ്. മുമ്പ് നിങ്ങളറിയോ, സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുഖമക്കനയുടെ രൂപം എന്തായിരുന്നു? കുറച്ച് മുമ്പ് ഒരു 2-3 വർഷം എൻ്റെ കാൽക്കുലേഷനിൽ എങ്ങനെയായിരുന്നു? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നും, പക്ഷേ അതിൽ വലിയൊരു വിഷയമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രയോഗത്തിൻ്റെ കൂടെ നിൽക്കാനാണ്. മോഡേൺ ഫാഷൻ, സ്വതന്ത്രതാവാദം എന്നത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. മുമ്പത്തെ മഫ്ത രീതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മഫ്ത കുത്തുന്ന ആളുകൾ ഈ കണ്ണിൻ്റെ ഒരു ലേശം ഭാഗം ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് മൂക്ക് മാത്രം ഇവിടെ വരെ മറയും. ഇങ്ങനെയായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആളുകളെ, കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേശം, ഒരു കൂർത്ത ഭാഗം മാത്രമായിരുന്നു അവരുടെ മുഖം കാണുക. ഇപ്പം അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ കാണാറുണ്ടോ? ഇപ്പം അങ്ങനെ കാണാറില്ല. ഇപ്പം ഏതാ രീതി? ഇപ്പോൾ ഒറ്റ ഷാൾ. ആ ഷാൾ 2 റോളാണ് ആ ഷാളിനുള്ളത്.
എവിടെയാണോ മറക്കേണ്ടത് ആ സമയത്ത് അത് കൃത്യമായി ഷാളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നൊന്നും വേണ്ട. ഇനി എൻ്റെ ക്യാമ്പസിലാണെങ്കിൽ അതേ ഷാൾ കൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്താണ്, ഇപ്പം ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റൈലിൽ നിൽക്കാൻ പറ്റും ഒറ്റ ഷാൾ കൊണ്ട്. അതൊരു നമ്മുടെ ഇതിൻ്റെ വസ്ത്ര മോഡേൺ സിസ്റ്റത്തിൽ നമ്മളെ കൊണ്ടുവരുന്ന ഒരു രീതിയാണത്. അതും വലിയ അപകടം തന്നെയാണ് വരുത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഒരു പ്രയോഗം ഓർക്കുക, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവരായി, വ്യക്തിത്വമില്ലാത്തവനായി ആളുകളെ മാറ്റിക്കളയണം. എന്നാലേ മറ്റു പലർക്കും നമ്മളെ പിടികൂടാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വം ഇല്ലാതെ ആവണം. വ്യക്തിത്വമുള്ള ആളുകളുടെ മുമ്പിൽ മറ്റൊന്നിനും കയറി പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോ കാര്യത്തിലും അങ്ങനെ മാറ്റി കൊണ്ടുവരികയാണ്. തോന്നിയ പോലെ എങ്ങനെയാണോ അവർ തീരുമാനിച്ചത് അങ്ങനെ നമ്മളെ കൊണ്ടുവരാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വലിയ വിഷയമാണ്. എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണ്, അല്ലേ? അങ്ങനെ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പലരും എത്തിയിട്ടുള്ളത്. എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണ് എന്ന അവസ്ഥയിലേക്കാണ്. ഇപ്പം മുമ്പ് തെറ്റായിരുന്നു, ആരോ മുമ്പിലായാലും എവിടെയായാലും തെറ്റാണ്. ഇപ്പോഴങ്ങനെയല്ല, എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണെന്നത് വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലെ. അങ്ങനെ ആർക്കും എന്തും ചെയ്യാം. അത് വലിയ അപകടം സൃഷ്ടിക്കുന്നു എന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, സാങ്കേതികതയുടെ മുന്നേറ്റത്തിൻ്റെ കാലം എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്നതൊക്കെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആത്മപരമായ തിരിമറിയുടെ, ഞാനൊരു സാധാരണ പ്രയോഗം നടത്തിയതാണ്, ആത്മപരമായ തിരിമറിയുടെയും ധാർമ്മിക ച്യുതിയുടെയും കാലം കൂടെയാണ്. ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ തീർച്ചയായും വിശുദ്ധ ഖുർആനിലൂടെയുള്ള യാത്രകളിലൂടെയാണ് സാധ്യമാവുക. വിശുദ്ധ ഖുർആൻ എന്നത് ഒരു മതഗ്രന്ഥം മാത്രമല്ല എന്നത്. വിശുദ്ധ ഖുർആൻ എന്നത് കേവലം ഒരു മതഗ്രന്ഥം മാത്രമല്ല, മറിച്ച് അത് മനസ്സിലിടം കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവ്യ സന്ദേശങ്ങൾ, ഒരു ജീവിത പുസ്തകം, അങ്ങനെ പറഞ്ഞോളൂ. ഖുർആൻ എന്നത് ഒരു ജീവിത പുസ്തകമാണ്. ജീവിതം എവിടുന്ന് തുടങ്ങി, ഇതിനു മുമ്പ് എന്തായിരുന്നു, ഇനി എത്ര നാൾ ഇവിടെ ഉണ്ടാകാം, ഇവിടെ നിന്നപ്പുറത്ത് എന്താണുള്ളത്, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ആ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കൃതമാകാൻ എന്തൊക്കെ വേണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് കാണാൻ കഴിയും. ഖുർആനിലെ 3-ാം അധ്യായം ആൽ ഇംറാനിലെ 138-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹാദാ ബയാനുൽ ലിന്നാസ് ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇദത്തുൽ ലിൽമുത്തഖീൻ. ഇത് മനുഷ്യർക്കായുള്ള ഒരു ബയാനാണ്, ഒരു വിളംബരമാണ്. കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം കൃത്യമായി ക്ലിയറായി പറഞ്ഞു കൊടുക്കുന്ന ഒരു വിളംബരമാണ് ഈ വിശുദ്ധ ഖുർആൻ. ബയാനുൽ ലിന്നാസ് വഹുദ, മാർഗദർശനമാണ്, നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. വമൗഇദത്തുൽ ലിൽമുത്തഖീൻ, സൂക്ഷ്മത പാലിക്കണമെന്ന് ആശിക്കുന്ന ആളുകൾക്കുള്ള സാരോപദേശങ്ങളും അടങ്ങുന്ന ഒരു ബയാനാണ് വിശുദ്ധ ഖുർആൻ എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുദൈവാരാധനയും ആത്മീയ ശൂന്യതയും ആശയക്കുഴപ്പങ്ങളും മൂല്യച്യുതിയും ലഹരികളും ആത്മഹത്യകളും മറുവശത്ത് രോഗവും മറ്റു പ്രതിസന്ധികളും, ഇവിടെയെല്ലാം തന്നെ ഖുർആൻ പറയുന്നു, വലാ തഹിനൂ വലാ തഹ്സനൂ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗൻ
വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. കരകളഞ്ഞ വിശ്വാസം അല്ലാഹുവിനെ കുറിച്ചുണ്ടെങ്കിൽ, ഈ ജീവിതത്തിനപ്പുറത്ത് പരലോക ജീവിതമുണ്ട് എന്ന ബോധ്യം കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും അത്യുന്നതരായി മാറുന്നത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാനുള്ള മാർഗം ദൈവീകമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളെ, ഇസ്ലാമിക് ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് നമ്മൾ സാധാരണ പറയും. അത് നിങ്ങൾക്ക് എന്നിൽ നിന്നൊരു മാർഗദർശനം ലഭിച്ചാൽ, فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَنِ اتَّبَعَ هُدَايَ فَلَا يَضِلُّ وَلَا يَشْقَى. എന്നിൽ നിന്നൊരു മാർഗദർശനം നിങ്ങൾക്ക് വരും. അത് ആരാണോ അനുഗമിക്കുന്നത്, ഫമനിത്തബഅ, അത് അനുഗമിക്കുന്നതാരോ, ഫലാ യദില്ലു വലാ യഷ്ഖ, അവർ പിന്നെ വഴിപിഴക്കുകയില്ല, അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിശ്വാസവും അധർമ്മവും കൊടികുത്തി വാണിരുന്ന ഒരു കാലം എന്നാണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അല്ലേ? ആ സമൂഹത്തെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ടാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ചില വചനങ്ങളാണ് നമ്മളെയും പരിവർത്തിപ്പിച്ചത്. എങ്കിൽ നമ്മുടെ മക്കളിലെ, അതല്ലെങ്കിൽ പുതിയ തലമുറയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. പക്ഷെ അവിടേക്ക് അവരെ കിട്ടാതെ പോകുന്നുവോ എന്നിടത്താണ് പ്രശ്നം. അങ്ങനെ കിട്ടാതെ പോകുന്നത് തുടർന്നു പോവുകയാണെങ്കിൽ ഒരു തലമുറ ഗ്യാപ്പ് വലിയതിവിടെ ഉണ്ടാവും. പിന്നീട് എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നെങ്കിലേ ഉള്ളൂ. ഒരു വലിയ വിപ്ലവം അല്ലെങ്കിൽ ഒരു നീണ്ട കാലത്തെ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയ ഒരു തലമുറ നമ്മെപ്പോലെ ഉണ്ടാകുന്നത്. നമ്മൾ ഭയപ്പെടുന്നത് അതാണ്, ചർച്ചയാവുന്ന വിഷയം അതാണ്. ഒരു വലിയ ഗ്യാപ്പ് ഇതിനിടയിൽ സംഭവിക്കാൻ പോകുന്നു. ഒന്നും ആവശ്യമില്ലാത്ത, ഒന്നിനെയും പ്രത്യേകമായി കാണാത്ത, എങ്ങനെയും ആവാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളടങ്ങുന്ന ഒരു മഹല്ല് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഒരു മഹല്ലിനെ ചിത്രത്തിൽ കണ്ടു നോക്കൂ. ഈ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്ന 50 കുടുംബങ്ങളടങ്ങുന്ന ഒരു മഹല്ലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെയൊക്കെ ഇഷ്ടങ്ങൾ ഒന്നാണോ? വ്യത്യസ്തമല്ലേ? അപ്പം മാനുഷികതയെ, മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ പഠിപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇത് നമ്മുടെ പുതിയ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും മഹല്ലിൽ നിന്നും നമുക്ക് കിട്ടിയതുപോലെ, നമ്മൾ വാങ്ങിയതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെ മഹല്ലിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുക. ഇങ്ങനെയാകുമ്പോൾ മാത്രമാണ് ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് മുക്തരായത്. അങ്ങനെയാണവർ കുടുംബ ബന്ധങ്ങൾക്ക് ഇമ്പമുണ്ടായവരായി മാറിയത്. അങ്ങനെയാണ് സാമ്പത്തികമായ ശുദ്ധത കൈവരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ശത്രുക്കൾ മിത്രങ്ങളായി സർവോപരി ഏക സ്രഷ്ടാവിൽ സമർപ്പിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരുമായി മാറിയത്. അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങൾ, ഈ പറഞ്ഞ പുതിയ ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് നേരത്തെയൊക്കെ നമ്മൾ പറയുന്ന കുറേ പ്രതിസന്ധികളുണ്ട്. രോഗങ്ങൾ വലിയ വിഷമമാണ്, തളർന്നു പോവും ഏതൊരു മനുഷ്യനും. അയാൾ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു രോഗം അയാൾക്ക്, എനിക്ക്, നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ തളർന്നു പോകൂലേ? ഒരു തരം ഭയം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരൂലേ? പ്രാർത്ഥനയാണ് ഒരു സമാധാനം. ഇത് പിടിച്ചു നിർത്താനുള്ള ഒരു, ഇതിൽ നിന്ന് അത് ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു പാകത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരമാർഗമെന്ന് ഖുർആൻ പലപ്പോഴും പഠിപ്പിക്കാൻ. തണലേകാൻ ഖുർആനിന് മാത്രമേ സാധിക്കൂ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ, 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിലെ 16-ാമത്തെ വചനം.
ആശ്വാസദായകമായ വചനങ്ങളിൽ ഒന്നാണത്. കഷ്ടതകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി എന്തു വഴി എന്ന് മനസ്സിങ്ങനെ വേവലാതിപ്പെടുന്ന സമയത്ത് ആശ്വാസം നൽകുന്ന ഒരു വചനം അള്ളാഹുവിൽ, നേരത്തെ പറഞ്ഞ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്ക്, മുത്തഖികൾക്ക്, തഖ്വ ആഗ്രഹിക്കുന്നവർക്ക്, റബ്ബിനെ വിശ്വാസമുള്ളവർക്ക്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, 3 പാർട്ടാണ് ഈ ആയത്തിലുള്ളത്, 3 ഭാഗം. ഒന്ന്, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതാണ്, നമ്മൾ അംഗീകരിക്കുന്നു. എന്നെ സൃഷ്ടിച്ചത് എൻ്റെ റബ്ബാ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, രണ്ടാമത്തെ പാർട്ടും ഏറെക്കുറെ ആളുകളും അംഗീകരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സിൻ്റെ മന്ത്രങ്ങളെല്ലാം നാം അറിയും. കാരണം നാമാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ നാം അറിയും. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. 3ാമത്തെ ഭാഗമാണ് നമ്മൾ പാളി പോവുക. അവൻ്റെ മനസ്സിൻ്റെ മന്ത്രം അറിയാം. മീൻസ് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന വിഷമം, അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് അല്ലാഹ്ക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? അവനോട് പറയൂ എന്നിടത്താണ് 3ാമത്തെ പാട്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ഠനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണല്ലോ എന്ന്. 3 പാർട്ട്. 1, സൃഷ്ടികർത്തൃത്വം. 2, അതുകൊണ്ട് തന്നെ അവനെല്ലാം അറിയണമല്ലോ. 3, അവൻ സൃഷ്ടിച്ച് അവൻ അറിയുന്നുവെങ്കിൽ പ്രശ്നം അവനോട് പറയുകയല്ലേ വേണ്ടത്? നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, നാം പരിഹാരം നൽകും, നാം ശമനം നൽകും, നിങ്ങൾക്ക് പകരമായെങ്കിലും പിന്നീട് തരും എന്ന് പറയല്ലേ. അപ്പോൾ ആശ്വാസദായകമായ ഒന്നാണ്. ഇപ്പോൾ വ്യക്തിപരമായ പ്രതിസന്ധികൾ ഏറെയാണ്, പലതും പല രീതിയിലുമാണ്. എവിടെ, ശാരീരികമായിരുന്നാലും മാനസികമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും കുടുംബ, ജോലി, അങ്ങനെ ഏത് തലത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോഴും നമുക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചതുപോലെ ഇവിടെ സാമ്പത്തികമായി കുറേ ഉള്ളതുകൊണ്ട് നമ്മുടെ രോഗം വന്നാൽ നമുക്ക് സമാധാനമുണ്ടോ? രോഗം വന്നു, ലക്ഷങ്ങളുണ്ട് നമ്മളെ കയ്യിലെടുക്കാൻ, നമുക്ക് സമാധാനം ഉണ്ടാവുമോ? അതുകൊണ്ട് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു, രോഗം മാറുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടോ? രോഗം മാറിയാൽ വല്ലാതെ പേടിച്ചു, ഇപ്പോഴും സമാധാനമായി എന്ന് ചിലപ്പം പറയും. അതുവരെ സമാധാനം ഉണ്ടോ? പക്ഷെ ആർക്കുണ്ടാവും എന്നറിയോ? 1 രൂപ പോലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ നേരെ റബ്ബിൽ സമർപ്പിക്കാനുള്ള സവിശേഷമായ കഴിവ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. കാരണം നമ്മളെ ഈമാൻ അത്രയൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, പടച്ചോനെ അങ്ങനെയുള്ള താക്കത്ത് ഇല്ലാത്തത് ഞങ്ങൾക്ക് തരലേന്ന് പറയണം. അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് അങ്ങ് സമർപ്പിക്കുകയാണെങ്കിൽ പൈസ ഉണ്ടോ ഇല്ലേ, മറ്റ് സംവിധാനങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ലോ, അവർക്ക് എന്തോ അത് അവർ മാത്രം അറിയണമെന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് വേറെ കണ്ടാലൊന്നും അറിയില്ല, അത് അവരുടെ ഉള്ളിലുണ്ടാവും. അത് അള്ളാഹ് പറഞ്ഞതാണല്ലോ, അവർക്ക് സമാധാനം ഉണ്ടാവും. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന്. മാത്രമല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവില്ല. അലാ ബിദിക്രില്ലാഹ്, കൃത്യമായൊരു ഓർമ്മപ്പെടുത്തില്ല. നിങ്ങളടുത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അതുകൊണ്ടൊന്നും കിട്ടൂല. സമാധാനം എന്നത് ബിദിക്രില്ല, അതുകൊണ്ട് മാത്രമാണ് സമാധാനം ഉണ്ടാവുക. അള്ളാഹുവിലുള്ള സ്മരണ, അള്ളാഹ് നിങ്ങളെയും ഓർക്കുക, അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ഉള്ളത് എന്നാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന്.
സഹോദരങ്ങളെ, സഹോദരികളെ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ എന്ന ഒരു വചനം 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, എന്താ അതിൻ്റെ അർത്ഥം? പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം. എന്ന് രാവിലെ പറഞ്ഞ കാര്യത്തിൽപ്പെട്ട ഒന്നാണ്. ഇതും പാസ്, വിൽ പാസ്, ഷാൾ പാസ്. ഇതും എന്ത് ചെയ്യും? കടന്നു പോകും. അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഇല്ല, അത് കടന്നു പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് കഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിലും കിട്ടുമോ? മനസ്സിൽ ഈ ഒരു ചിന്ത വന്നാലോ ഒരു സ്വൽപ്പാശ്വാസം ഉണ്ടാവും. അത് കടന്നു പോവും. ഈ ദുനിയാവ് തന്നെ വേഗം പോവും. നൈമിഷികമാണ്. അപ്പോൾ പരലോക ജീവിതത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇവിടെ അള്ളാഹു എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ തന്നെയും ഈമാൻ നമ്മുടെ മനസ്സിലുള്ളതിനനുസരിച്ച് നമുക്ക് സമാധാനവും സ്വസ്ഥതയുമൊക്കെ ഉണ്ടാകും എന്നാണ്. ഇപ്പോൾ കുറേ ചരിത്രങ്ങൾ, യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം. അവർക്കൊക്കെയും എന്തെല്ലാം പ്രതിസന്ധികളാണ് ഭൗതികമായി നേരിടേണ്ടി വന്നത്. തൊട്ട് മുന്നിൽ കാണുന്ന പ്രതിസന്ധികൾ അവിടെ പോലും അവർക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, പടച്ചോൻ രക്ഷിക്കൂന്ന്, അല്ലുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് തീർത്തും നിസാരമായ നൈമിഷികം താൽക്കാലികമായ പ്രതിസന്ധികളിൽ പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക. കയ്യർത്ത് കളയോ അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ തീർത്ത് കളയുകയോ ചെയ്യുന്ന ആത്മഹത്യാ പ്രവർത്തനങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുകപ്പോഴാണ്. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ബിലാൽ ഇബ്നു റബാഹ്, ഖുർആൻ നൽകിയ പാഠമാണ് അഹദെന്ന്. ആ അന്ത്യസമയത്ത് അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുമ്പോഴും പോലും ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ഭാരം ശരീരത്തിൽ വെച്ച് വലിച്ചിഴക്കപ്പെടുമ്പോഴും അഹദ് അഹദ് എന്ന് പ്രഖ്യാപിക്കുവാൻ, ആ അഹദിൽ അഭയം തേടാൻ കഴിഞ്ഞത് ദിക്റുല്ലാഹ് അലാ ബിദിക്രില്ലാഹ്. അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഇന്നുള്ള ശേഷി നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഭവം ഏതാകട്ടെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വലിപ്പം, ഇതൊക്കെ ഏതും ആവട്ടെ, ഭൗതികമായ ഏത് വിഭവത്തെ എടുത്തു ഒന്ന് നമ്മളെ കയ്യിലുള്ളത്, ഇത് നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. നാളെ നമുക്ക് സമാധാനം വേണ്ടേ? അതിനുള്ള മാർഗം എന്നും വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവുക എന്നത് തന്നെയാണ്. ഇനി നോക്കൂ, നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന, ഭൗതികമായി അടിമയായി പിടഞ്ഞിട്ട് പോലും ആത്മാവിൽ സ്വാതന്ത്ര്യത്തോടെ നിലകൊള്ളാൻ കഴിയുന്ന ഒരാളാകാൻ ബിലാലിനെ സഹായിച്ചത് ഖുർആനിൻ്റെ പാഠമായിരുന്നു. പ്രവാചകൻ നൽകിയ അധ്യാപനങ്ങളോട് ചേർന്ന് നിന്നതായിരുന്നു എന്ന് കാണാൻ കഴിയും. ഹുബൈബിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അവസാന സമയത്തും എന്തെങ്കിലും ഇച്ഛയുണ്ടോ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്തായിരുന്നു? അൽഹംദുലില്ലാഹ് യഹ്ദികുമുല്ലാഹു വയസ്ലിഹ് ബാലക. അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? അവിടെ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം അനുവദിക്കണം. സമാധാനമാണ്. അള്ളാഹു നമ്മെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകി രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം എവിടെയും അങ്ങനെ അവിടെ 2 റക്അത്ത്, എനിക്ക് 2 റക്അത്ത് നമസ്കാരം നൽകുവാൻ, നമസ്കരിക്കുവാൻ സമയം നൽകുവാൻ, മരണത്തെപ്പോലും ഒരു പ്രാർത്ഥനാ പുഷ്പമായി കാണുവാൻ, ആത്മാവ് കുലുങ്ങാതെ നിലനിൽക്കാൻ
വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തഖ്വയും സമർപ്പണവുമാണ് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ജീവിതത്തിലെ അവസാന നിമിഷത്തിലും ശാന്തമായി മുഖം തിരിച്ച് ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയുന്ന ധൈര്യം ഏതിലൂടെ വളർത്തിയതാ? ഏതിലൂടെ വളർന്നതാ? വിശുദ്ധ ഖുർആനിലൂടെ, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്ദേശങ്ങളിലൂടെ. സുമയ്യ റളിയല്ലാഹു അൻഹ എന്തായിരുന്നു അവരെ ഇത്രത്തോളം ഔന്നത്യത്തിലെത്തിച്ചത്? ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ചിരിച്ചുകൊണ്ട് അവയെല്ലാം നേരിടാൻ, കഷ്ടതയിൽ നിന്ന് പിന്തിരിയാതെ മൂല്യങ്ങളെ കാത്തുപിടിച്ച് ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇപ്പം മഹത്തായ ശക്തികൾക്ക് മുന്നിലും അതിജീവിക്കാൻ കഴിയുന്ന സ്ത്രീയായി, ആദ്യ ഷഹീദയായി അവർ മാറിയത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ദൈവ സാക്ഷ്യങ്ങൾ കൊണ്ടാണ് എന്നത് ചിന്തനീയമായ കാര്യമാണ്. സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മ വന്നിട്ട് പരാതി പറഞ്ഞു, മോനെ, ഉമ്മ നിൻ്റെ മുമ്പിൽ പടഞ്ഞു വീഴും, നീ അതിൽ നിന്ന് തിരിച്ചു മാറണം, ചിന്തിക്കണം. അപ്പോൾ പറഞ്ഞത്, ഉമ്മ എന്നത് എൻ്റെ ഭൗതികമായ, എൻ്റെ എല്ലാമാണ്. പക്ഷേ മതത്തിൻ്റെ വിഷയത്തിൽ ഉമ്മയല്ലല്ലോ പ്രധാനം. എനിക്കെൻ്റെ ഉമ്മയെ നൽകിയ ഉപ്പയാണ്, എനിക്കെൻ്റെ ഉമ്മയെ നൽകിയ റബ്ബാണ് പ്രധാനം എന്ന് പറയുന്നിടത്തേക്ക് മാറിയത് എന്തുകൊണ്ടാണ്? വലാ തുതിഉഹുമ ഫലാ തുതിഉഹുമ വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ. ഈ വിഷയത്തിൽ അവരോട് പറയുക സോറി, പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഒരു കാരണവശാലും അവരെ നിനക്ക് മറികടക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല എന്ന്. സഹോദരങ്ങളെ, വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായ സന്ദർഭങ്ങളുള്ള അവർ പോലും പിടിച്ചു നിന്നത് ആ ഒരു ഈമാനികമായ ശക്തി കൊണ്ടായിരുന്നു എന്നാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അവിടെയൊക്കെയും വേണ്ടതെന്താ? ഫബശ്ശിരിസ്സാബിരീൻ, ക്ഷമാലുക്കളാകണം. അവിടെ സന്തോഷവാർത്ത ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും ഗംഭീരമായ ഒരു വചനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഏതാണെന്നറിയോ ആ വചനം? സൂറത്തു ഖലമിലെ 68-ാം അധ്യായം, സൂറത്തു ഖലമിലെ 32-ാമത്തെ വചനത്തിൽ. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവട്ടെ. എന്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വന്നാലും അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രേഖയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കായി ഉണ്ടെങ്കിൽ അള്ളാഹുവേ, അത് നീ ഞങ്ങൾക്ക് പകരം നന്മയുടെ പരീക്ഷണമായി മാറ്റി എഴുതണമേ റഹ്മാനായ റബ്ബേ. അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയെക്കുറിച്ച് ആ ഖലം അധ്യായത്തിലെ ഒരു ചരിത്രം പറയുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഖലമിൽ ഒരു കുടുംബം, ഒരു ഗൃഹനാഥൻ തൻ്റെ വിളവുകൾ എടുക്കുന്ന സമയത്ത് ആ നാട്ടിലെ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു നാൾ അയാൾ മരണപ്പെട്ടു പോയപ്പം മക്കൾ, ആൺകുട്ടികളെല്ലാവരും കൂടെ എന്ത് തീരുമാനിച്ചു? ഒരാൾ അതിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇന്ന കാര്യം ചെയ്തിട്ട് ബാക്കി മതിയിട്ടോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവരൊക്കെ കൂടിയാലോചന നടത്തിയിട്ട്, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ട് പുലർക്കാലത്തിന് മുമ്പ് തന്നെ അവർ തോട്ടത്തിലെത്തി വിളവെടുത്ത് ആളുകൾ വരും മുമ്പേ തന്നെ മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് തീർക്കണം, അവർ വരുമ്പോഴേക്ക് പരിപാടി കഴിക്കണം എന്ന് പറഞ്ഞു വണ്ടിയായിട്ട് പോയില്ലേ, അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കാൻ തോട്ടത്തിൽ ചെന്നപ്പോൾ അതെല്ലാം തരിശാക്കപ്പെട്ടിരിക്കുന്നു. തരിശ് ഭൂമിയാക്കപ്പെട്ടു. വൈക്കോൽ തിന്നപ്പെട്ടതുപോലെ, വൈക്കോൽ തുരുമ്പ് പോലെ കത്തിച്ചാമ്പലായി പോയിരിക്കുന്നു. ആ സമയം ഇവർ തമ്മിലുള്ള സംഭാഷണം, പിന്നീട് അവസാനം അവർ ഖേദിച്ചു മടങ്ങി അവർ പറഞ്ഞൊരു വർത്താനുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലും എന്ത് കഷ്ടതകളും എന്ത് വിഷമങ്ങളും അള്ളാഹു അതിൽ നിന്ന് നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വന്നാൽ തന്നെയും നമ്മൾ പറയേണ്ടതിതാ, ആസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറം മിൻഹാ
ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. രണ്ട് കാര്യം. ഒന്ന്, അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ ഉത്തമമായത് റബ്ബ് നമുക്ക് തരും. ഇത് പരസ്പരം പറയാൻ കഴിയണം. മക്കളെ, ഇതിനേക്കാൾ ഉത്തമമായത് റബ്ബ് നമുക്ക് തരും. അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹ, ആ ഒരു പ്രതീക്ഷ കൈവിടരുത് എന്നാ രണ്ടാമത്തെ പാർട്ട്. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, നാം നമ്മുടെ റബ്ബിലേക്ക് പ്രതീക്ഷയർപ്പിക്കേണ്ടവരാണ് എന്ന്. ഇനി മറ്റൊരൊറ്റ കാര്യം കൂടെ പറയാം. മറ്റൊരു വലിയ പ്രതിസന്ധി, തിന്മകൾ ജീവിതത്തിൽ ചെയ്തുപോയി. ഒരുപാട് തിന്മകൾ ചെയ്തു പോയി. നാലാളെ മുമ്പിൽ പറയാൻ പറ്റാത്ത, വേറെ ആരും അറിയാൻ പറ്റാത്ത വിധത്തിലെ പാപങ്ങൾ ചെയ്തു പോയി, പാതകങ്ങളിൽ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ള പലരും മാറി സഞ്ചരിക്കുക. ഇനി ഞാനൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല, ഞാൻ ആ സദസ്സിൽ പോലും പോകാൻ പറ്റുന്നവനല്ല, ഞാൻ മാറി നിൽക്കുന്നു. അങ്ങനെ പലരും ഇൻട്രോവേർട്ടായിട്ട്, അല്ലെങ്കിൽ ആളുടെ മുമ്പിൽ വരാതെ ഏതിലെയോ സഞ്ചരിച്ച്, ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ലഹരിക്കടിമപ്പെട്ട് എന്താണെന്നറിയാതെ ഏതോ ലോകത്തുകൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഖുർആൻ അയാളെ തിരിച്ചു വിളിക്കുന്നു എന്നത് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത്. ഖുർആനിലെ മോശപ്പെട്ട് ജീവിച്ച് വർഷങ്ങൾ ജീവിച്ചു പോയൊരു മനുഷ്യനോട് പോയി പണി നോക്കടോ, എന്നെന്തിനാ, എന്നെ ആർക്ക് വേണം, ഈ നാടിന് എന്താ ചെയ്ത് എന്ന് ഖുർആൻ ചോദിക്കുന്നില്ല, എന്ന് ഖുർആൻ അയാളെ തള്ളി മാറ്റുന്നില്ല. ഖുർആൻ അയാളുടെ മുമ്പിലും പറഞ്ഞു, നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരുവടോ, തിരിച്ചു വാ. ഒറ്റ കാര്യമുള്ളൂ, ചെയ്ത തെറ്റിൽ ഖേദം വേണം, ഇനി അത് ചെയ്യരുത്. എന്ത് തെറ്റ് ചെയ്തവനെയും തിരിച്ചു വിളിക്കുക ഖുർആൻ. പ്രയോഗം തന്നെ എന്തറിയോ, അങ്ങേയറ്റം ചെയ്തു പോയവനെ എന്നാണ്. ഖുൽ സൂറത്ത് സുമറിൽ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനത്തിലാണ് ആ ഭാഗം കാണുന്നത്. ഖുൽ യാ ഇബാദി, എൻ്റെ ദാസരേ എന്നാ വിളിക്കുന്നത്. അള്ളാഹ്ക്ക് ഒരാൾ അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? ഈ ദുനിയാവിൽ വെച്ച് പിരിയുന്നതിന് മുമ്പ് നൽകാവുന്നിടത്തോളം അവസരങ്ങൾ അള്ളാഹ് നൽകുകയാണ്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്, അവസാന സന്ദർഭത്തിന് മുമ്പ് വരെ ഓരോരുത്തർക്കും അവസരം കൊടുക്കുക പഠിച്ചോൻ. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ചെയ്യാൻ പാടില്ലാത്തത് അധികമായി ചെയ്തു പോയാൽ, സ്വയം തിന്മയിൽ കൂപ്പുകുത്തിയ എൻ്റെ ദാസരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാൻ്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരൂല, ഞാനിനി ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കരുത്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശയറ്റവരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപവും അവൻ പൊറുക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗഫൂറും റഹീമുമായ അവനോട് മഗ്ഫിറത്തിനെ തേടി തിരിച്ചോ, ഒരു കുഴപ്പമില്ല, സ്വീകരിക്കും നിങ്ങളെ എന്ന്. തെറ്റ് ചെയ്തവരോട് പൊതുവേ ബാലപാഠമായി നമ്മൾ അവർക്ക് നൽകുന്ന അധ്യാപനം പോലും എന്നെ ആർക്ക് വേണമെന്നാ അല്ല. ഏതു തെറ്റു ചെയ്തു പോകുന്നവനെയും ചേർത്ത് പിടിച്ച് അവനോട് മക്കളെ തിരിച്ചു വരണം എന്ന് പറയുക എന്നതാണ് ഏത് പ്രതിസന്ധിയുടെയും മുമ്പിലെ പരിഹാരം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. റഹ്മാനായ ഗഫൂറായ വദൂദായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ സഫലമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം പുറത്ത് മാപ്പാക്കി തരണേ.
തരണമേ. ഞങ്ങൾ മറന്നതിൻ്റെയോ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെയോ പേരിൽ ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മനസ്സുള്ളവരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബെ, നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പാലിക്കുവാനും ജീവിതത്തിൽ തിന്മയുണ്ടെന്ന് അറിഞ്ഞാൽ അത് മാറ്റിവെക്കുവാനും അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കഷ്ടതകളും വിഷമങ്ങളും മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹുവെ അവരുടെ എല്ലാം വിഷമങ്ങൾക്ക് നീ എളുപ്പം ശിഫ നൽകി പാപം പുറത്തു കൊടുക്കണമേ റഹ്മാനായ റബ്ബെ. ഞങ്ങൾക്ക് ഏതെങ്കിലും അള്ളാഹുവെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം നീ ശിഫയാക്കി തരണമേ റഹ്മാനായ റബ്ബെ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ സഹല് എളുപ്പം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹലൻ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹലൻ. اللهم لا سهل إلا ما جعلته سهلا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم ربنا إننا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام يا رب العالمين. اللهم رب الناس أذهب البأس اشف أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم اغفر لنا ولوالدينا رب ارحمهما ربيانا صغارا. اللهم اغفر لنا وأدخلهم الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.